സ്വിഫ്റ്റ് ബസ്സുകളുടെ ചേസിസ് പോർട്ടൽ ഇത് കൊട്ടാരക്കര കൊണേഴ്സിന്റെ ആന്റണി രാജുവിനെതിരെയുള്ള ആള്. കഴിഞ്ഞ ദിവസം വനംകൊള്ളക്കാരന്മാരെ മുന്നിൽ നിർത്തി പല്ലുകൊഴിഞ്ഞ പഴയ മാധ്യമശിംഗം കിണറേഷും മുട്ടേഷ് കുമാറും നടത്തുന്ന ചാനലിൽ ഒരു ന്യൂസ് പ്ലാൻ ചെയ്യുകയുണ്ടായി. KSRTCക്ക് നൽകിയ പുത്തൻ സ്വിഫ്റ്റ് ബസ്സുകളുടെ ചേസിസ് പൊട്ടിയ നിലയിൽ കണ്ടെത്തി എന്നായിരുന്നു അവരുടെ എക്സ്ക്ലൂസീവ് വാർത്ത. ചേസിസ് പൊട്ടിയ വണ്ടികൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കിടന്നുകൂടുന്നുണ്ട്. 2022 അശോക് ലൈലാൻഡ് കമ്പനിയുടെ 131 ബസ്സുകൾ KSRTC ഒന്നിച്ചു വാങ്ങിയിരുന്നു. ഒന്നിച്ചുണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാമല്ലോ. ഇതിൽ ഉൾപ്പെട്ട 2 AC ബസ്സുകളുടെ ചേസിസാണ് പൊട്ടിയത് എന്നായിരുന്നു വാർത്ത. ഈ വാർത്ത മറ്റാരും അറിഞ്ഞില്ല, അവരെ അറിയിച്ചില്ല. മരം കൊള്ളക്കാരന്മാരുടെ ചാനൽ റിപ്പോർട്ടറെ എക്സ്ക്ലൂസീവായി വിളിച്ചു വരുത്തി എക്സ്ക്ലൂസീവ് വാർത്തയായി ഇത് നൽകി. കേട്ടപാടെ അവർ അത് വെച്ച് കാച്ചി. പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ചാനൽ വാർത്ത കൊടുത്ത ഉടനെ തന്നെ മറുപടി പറയുവാൻ തയ്യാറായി നിന്ന ഗണേഷ് കുമാർ ആ ചാനലിൽ നിന്ന് തന്നെ എക്സ്ക്ലൂസീവായി പ്രതികരണവും നൽകി. അതല്ലേ അന്തസ്? തലവഴിയാണ് കാണിക്കുന്നതെങ്കിലും അന്തസ്സായി ചെയ്യേണ്ടേ. അതുകൊണ്ടാണ് വാർത്ത വന്ന ഉടനെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി അശോക് ലൈലാൻഡ് കമ്പനിയോട് വിശദീകരണം ചോദിച്ചുവെന്ന് KB ഗണേഷ് കുമാർ അറിയിച്ചു. ഇത് KSRTCയിലെ ആദ്യത്തെ സംഭവമാണെന്നും അദ്ദേഹം വാർത്ത പ്ലാൻ ചെയ്ത റിപ്പോർട്ടറോട് പ്രതികരിച്ചു. വിഷയത്തിൽ KSRTC MD മെയിൽ അയച്ചു കഴിഞ്ഞു. വിഷയം എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അശോക് ലൈലാൻഡ് കമ്പനിയുടെ നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് ചേസിസ് പൊട്ടുവാൻ കാരണമെന്നാണ് എഞ്ചിനീയർമാർ ഊന്നിപ്പറയുന്നത്. ഔദ്യോഗികമായ വിലയിരുത്തൽ നിർമ്മാണത്തിലെ അപാകത തന്നെയെന്നാണ്. റോഡിൻ്റെയോ ഓടിച്ച ആളുടെയോ കുഴപ്പമല്ല. നിർമ്മാണത്തിലെ അപാകതയാണെങ്കിൽ ഒരു ബാച്ചിന് മൊത്തം വരും, രേഖകളെല്ലാം പരിശോധിക്കും, എന്നിട്ടേ അവർക്കിനി കൊടുക്കാനുള്ള കാശ് കൊടുക്കൂ എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. 2 വണ്ടിയും വെൽഡ് ചെയ്ത് ഇനി ഓടിക്കില്ല. നന്നാക്കി തന്നില്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് ഇനി വണ്ടി എടുക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇതിൽ തീരുമാനമായെങ്കിലേ ബാക്കിയുള്ള പണം കൊടുക്കൂ എന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ഈ സമയത്ത് വാങ്ങിക്കൂട്ടിയ 130 വണ്ടികളുടെ ചേസിസുകൾ കൂടി പൊട്ടുമോ എന്ന കനത്ത ആശങ്കയിലാണത്രേ ജീവനക്കാർ. ബസിന്റെ ഏറ്റവും പ്രധാന ഭാഗമായ ചേസിസ് പൊട്ടുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നൊക്കെ പറഞ്ഞാണ് വനംകൊള്ളക്കാരന്മാരുടെ ചാനൽ വാർത്ത അവസാനിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വാർത്ത വന്നത്? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാനാണ് ITV ന്യൂസ് ശ്രമിച്ചത്. അതിന് പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് KSRTCയിൽ ബൾക്കായി ആണെങ്കിലും അല്ലെങ്കിലും ബസ്സുകൾ വാങ്ങിയാൽ അതിന്റെ കമ്മീഷൻ പാർട്ടിക്കും വകുപ്പ് മന്ത്രിക്കും CMDക്കും പർച്ചേസ് വിഭാഗത്തിലെ ഉന്നതർക്കും ലഭിക്കും. ഇവിടെയും അത് പതിവ് പോലെ തന്നെ നടന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ബസ്സുകൾ വാങ്ങിയത് ഗണേഷ് കുമാറിന്റെ ശത്രു ആന്റണി രാജു ഗതാഗത മന്ത്രിയും ബിജു പ്രഭാകർ KSRTC CMDയുമായിരുന്ന സമയത്താണ്. ബസ് കമ്പനിയോട് കണക്ക് പറഞ്ഞ് അവർക്ക് കൊടുക്കാവുന്ന പരിധിയിൽ കൂടുതൽ കമ്മീഷൻ അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പരിധിയിൽ കൂടുതൽ കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്തു? കൊടുത്ത 131 ചേസുകളിൽ 2 എണ്ണം അല്പം പൊട്ടലുള്ളത് കൂടി കയറ്റിവിട്ടു. അന്ന് കമ്മീഷൻ ഇളുത്തി മേടിച്ച ആശാന്മാർ ഇതെല്ലാം കണ്ണടച്ചു, കണ്ടില്ലെന്ന് നടിച്ചു. ആളുകൾ ചത്താൽ അവർക്ക് എന്താണ് കുഴപ്പം? അതിന്മേൽ ബോഡി പണിതു, വണ്ടി ഇറക്കി വിട്ടു. പക്ഷേ ഈ ഇടപാടിൽ ഗണേഷ് കുമാറിനോ ഇപ്പോഴത്തെ CMDക്കോ ഒന്നും കിട്ടിയിരുന്നില്ല. ഗണേഷ് ഇപ്പോൾ ഈ കുഴിത്തിരിപ്പ് പരിപാടിയുമായി ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം വകുപ്പിനെയോ ജനങ്ങളെയോ ഗുണപ്പെടുത്താനല്ല, പിന്നെയോ ആന്റണി രാജുവിനെ പൂട്ടുക, പരമാവധി നാറ്റിക്കുക, പിന്നെ അശോക് ലൈലാൻഡ് കമ്പനിക്കാരുടെ കയ്യിൽ നിന്നും പരമാവധി കാശ് പിടുങ്ങുക, ഡീലുണ്ടാക്കുക. കാശ് കൊടുത്തില്ലെങ്കിൽ ഇനി പർച്ചേസ് നടത്തില്ല, ബാക്കി കൊടുക്കില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ വണ്ടിയുടെ ചേസിസ് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടില്ല, വണ്ടി കരണം മറിഞ്ഞാൽ പോലും പൊട്ടില്ല, റിഫ്റ്റ് ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലും ഒരു അന്വേഷണം നടത്തിയാൽ പൊട്ടിയ ചേസിസാണ് കമ്പനി തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിക്കാതെ ആ ചേസിസിന്മേൽ എന്തുകൊണ്ട് ബോഡി പണിതു എന്ന ചോദ്യം ഉയരും. അങ്ങനെ കമ്മീഷൻ ഇടപാട് പുറത്തു വരും, ആന്റണി രാജുവിന് പണിയാകും. ഇതാണ് കൊട്ടാരക്കര കൊണേഴ്സിന്റെ മുടിഞ്ഞ ബുദ്ധി. എങ്ങനെയുണ്ട്? സിനിമയിലായിരുന്നുവെങ്കിൽ ആളുകൾ ഇത് സംശയിക്കില്ലായിരുന്നു. ഇത് എൻ്റെ വിത്ത് തന്നെയാണോ എന്ന് പണ്ട് ബാലകൃഷ്ണപിള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഓർമ്മയില്ലേ? യാതൊരു സംശയവും വേണ്ട, ഇത് ബാലകൃഷ്ണപിള്ളയുടെ വീര്യമുണ്ടായിരുന്ന സമയത്തുള്ള വിത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും കുനുമ്പ് കാണിക്കില്ല. ശരിക്കും ഇവിടെ ശശിയായത് കാട്ടുകള്ളന്മാരുടെ ചാനൽ റിപ്പോർട്ടറും ചാനലും തന്നെയാണ്. വാമോനെ ഒരു എക്സ്ക്ലൂസീവ് തരാമെന്ന് പറഞ്ഞ് ഇരയിട്ടപ്പോൾ തന്നെ ചാടി വീണു, കൊത്തിക്കൊടുത്തു. കൊണേഴ്സിൻ്റെ എക്സ്ക്ലൂസീവ് പിടിക്കുന്നവർ സൂക്ഷിക്കുക, പണി പാലും വെള്ളത്തിൽ തരും. ഇനി ഈ പണിയെല്ലാം ഒപ്പിച്ചിട്ട് ഒന്നും അറിയാതെ ഇരുന്ന് തള്ളുന്ന കൊട്ടാരക്കര ഗണേഷ് കുമാറിൻ്റെ ആ വാക്കുകൾ കേൾക്കുക. ഗണേശ മോനെ,
ഞങ്ങളും അരിയാഹാരമൊക്കെയാടാ കുഞ്ഞെ കഴിക്കുന്നത്, ഒരു മയത്തിലൊക്കെ. ഏത് ഇത് KSRTC ഞാൻ അന്വേഷിച്ചിടത്തോളം KSRTC ആദ്യത്തെ സംഭവമാണ്. പൊതുവിൽ സ്വകാര്യ ബസ്സുകാരോടും മറ്റും ചോദിക്കുമ്പോൾ ഈ വണ്ടിയുടെ ചേസസ് പൊട്ടാറില്ല. ബസ്സിൻ്റെ ലോറിയുടെ ഒക്കെ പൊട്ടും. ലോറി വലിയ ഈ തടി കൊണ്ടുവന്ന വലിയ ലോറികളുടെയൊക്കെ ചേസസ് പൊട്ടിയിട്ടുണ്ട്, വെയിറ്റ് കൊണ്ടും റോഡിൻ്റെ ഒക്കെ. ഇപ്പം നല്ല കേരളത്തിലെ റോഡുകളുടെ കണ്ടീഷൻ വളരെ നല്ലതാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ വണ്ടികളെല്ലാം പോകുന്ന വളരെ നല്ല റോഡിൽ കൂടെയാണ്. MC റോഡൊക്കെ മിക്കവാറും റോഡുകളെല്ലാം മലയോര മേഖലയിൽ പോകുന്ന എല്ലാ റോഡും നല്ല റോഡുകളാണ്. ഹൈവേ മാത്രമേ പണി നടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഒരു നല്ല റോഡ്. ആ റോഡുകളിൽ ഈ പറഞ്ഞതുപോലെ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഇത് ഒരു വണ്ടിയുടെ 2 ചേസും പൊട്ടിയിരിക്കുകയാണ്, 2 റെയിലും പൊട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ഈ ക്രോസായിട്ട് വരുന്ന റെയിൽ പൊട്ടാറുണ്ടെന്ന് പറയുന്നു എഞ്ചിനീയേഴ്സ്, പക്ഷെ അങ്ങനെ പൊട്ടാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ലൈലൻഡ് കമ്പനിക്ക് വാർത്ത പുറത്ത് നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ലൈലൻഡ് വണ്ടിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് ലൈലൻഡ് കമ്പനിക്ക് KSRTC CMD മെയിൽ അയച്ചു കഴിഞ്ഞു. മാത്രമല്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എഞ്ചിനീയറിംഗ് വിങ്ങിനോട് അന്വേഷിക്കാനും CMD ഉത്തരവാക്കിയിട്ടുണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റിലേ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇതുവരെയുള്ള KSRTC എഞ്ചിനീയേഴ്സിൻ്റെയും CMDയുടെയൊക്കെ ഔദ്യോഗികമായ ഒരു വിലയിരുത്തലിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, അല്ലാതെ കേരളത്തിലെ റോഡിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഓടിച്ചാളിൻ്റെ കുഴപ്പമൊന്നുമല്ല. പിന്നെ ഈ ബോഡി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ചില അലൈൻമെൻറ്റിൽ വ്യത്യാസം വന്നാലും പൊട്ടും എന്ന് പറയുന്നുണ്ട്. ഇതേതാണെന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ CMD ഉത്തരവിട്ടിട്ടുണ്ട്. അല്ലെ ഒരു ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആകുമ്പോൾ ഒരു ബാച്ചിൻ്റെ മിസ്റ്റേക്ക് വല്ലതാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അതിന് കിട്ടുന്ന എല്ലാ രേഖകളും, നിങ്ങൾ തന്ന രേഖകളെല്ലാം പരിശോധിക്കും. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ നൽകുന്ന രേഖകളെല്ലാം കൃത്യമായി സുതാര്യതയോടെ പരിശോധിക്കും. എന്താണ് കമ്പനി ഇങ്ങനൊരു സാധനം നമുക്ക് തന്നത് എന്നുള്ളതാണ്. ചേസ് ബോഡി തന്നെ അങ്ങനെ വളരെ കുഴപ്പം പിടിച്ച എന്തെങ്കിലും ബോഡിയുടെ ഫിറ്റിങ്സിലെല്ലാം കുഴപ്പം പറ്റിയാൽ പൊട്ടാനുള്ള സാധ്യത. പക്ഷേ പൊട്ടിയിരിക്കുന്നത് ആ മെറ്റൽ ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് പരിശോധിച്ചതിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ പറയുന്നത് അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് അവരുടെ അനുഭവത്തിൽ പറയുന്നത്. 2 വണ്ടി പൊട്ടിയിട്ടുണ്ടെന്നാണ് CMD ഇപ്പം. ഞാനൊരു വണ്ടിയാണ് നിങ്ങൾ TV ദൃശ്യത്തിൽ കണ്ടത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് CMD റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 വണ്ടിയുടെ ചേസ് പൊട്ടിയിരിക്കാൻ. ചേസ് റിപ്പയർ ചെയ്യുന്നുള്ള വാർത്ത അങ്ങനെ കൊടുക്കണ്ട, ഞങ്ങൾ റിപ്പയർ ചെയ്യില്ല, കമ്പനി തന്നെ വരണം. കമ്പനിക്ക് അതുകൊണ്ട് കമ്പനിയുടെ കുറച്ച് പൈസ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊടുക്കില്ല. ഇത് റെക്ടിഫൈ ചെയ്യാതെ കൊടുക്കില്ല. കമ്പനിക്കാർ വരണം, അവരെന്താണെന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് തരണം. തരാത്ത പക്ഷം ലൈലൻഡ് എന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും നമ്മൾ ആലോചിക്കും. പൈസ നമ്മുടെ ഉണ്ട്, പൂർണ്ണമായി പൈസ കൊടുത്തിട്ടില്ല. അത് വേണമെന്ന് പറഞ്ഞാൽ അവർ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടേ ഇനി പൈസ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന്, അങ്ങനെ ചെയ്താൽ മതിയെന്ന് CMDയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവർക്ക് പൈസ കുറച്ച് കൊടുക്കാനുണ്ട്, പക്ഷേ ഇത് റെക്ടിഫൈ ചെയ്യാതെ കൊടുക്കില്ല. ഇല്ല, അങ്ങനൊന്നും പൊട്ടൽ കാണുന്നില്ല വേറെ വണ്ടികളിൽ. ഈ 2 വണ്ടികൾ കണ്ടു, അത് നമ്മൾ പരിശോധിക്കുകയാണ്. പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഓരോ വണ്ടിയായിട്ട് ആ ബാച്ചിൽ വന്ന വണ്ടികളെ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ തൽക്കാലം അതിലൊന്നും കുഴപ്പം കാണുന്നില്ല. എന്തെങ്കിലും ഒരു മാനുഫാക്ചറിംഗിൽ വന്ന ഡിഫക്റ്റ് ആയിരിക്കാനാണ് ഇപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ. കാരണം ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഡ്രൈവറുടെ ഒരു ഡ്രൈവിംഗ് ഉണ്ടോ, റോഡിൻ്റെ ഒരു കണ്ടീഷനോ പൊട്ടാനുള്ള സാധ്യതയില്ല. എത്ര വലിയ കട്ടറിൽ വീണാൽ പൊട്ടില്ല. അങ്ങനെ കട്ടർ വലുതായിട്ടില്ല, കട്ടറിൽ അങ്ങനെ ഇടാറില്ല. കട്ടർ വളരെ കുറവാണ് റോഡിലേക്ക്. മെയിൻ റോഡിലൊക്കെയാണ് നമ്മൾ പോകുന്നിടത്തൊന്നും വലിയ കട്ടറൊന്നുമില്ല. പക്ഷേ അതിലങ്ങനെ ഡ്രൈവറുടെ മിസ്റ്റേക്ക് ഉണ്ടോ, കട്ടറിൽ വീഴ്ത്തിയുണ്ടോ പൊട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അല്ലെങ്കിൽ വണ്ടി മറിയണം. വണ്ടി മറിഞ്ഞ് റോൾ ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ 2 റെയിലിൻ്റെയും അലൈൻമെൻറ്റ് മാറിപ്പോകും. അല്ല, ഇത് വണ്ടി മറിഞ്ഞിട്ടൊന്നുമില്ല. വണ്ടി മറിയെന്ന് വെച്ചാൽ നമ്മളിപ്പം വലിയൊരു താഴ്ചയിലേക്ക് വണ്ടി മറിയുമ്പോൾ ഒരു 3 കാരണമൊക്കെ മറിയില്ലേ, അങ്ങനെ പോകുന്ന വണ്ടികളിൽ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പൊട്ടാറില്ല. അപ്പോഴും പൊട്ടുന്നത് ഈ റെയിലിൻ്റെ നടുക്കൂടെ ഒരു ക്രോസ് കമ്പിയുണ്ട്, അത് പൊട്ടാറുണ്ട്, അത് കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, ഇതൊരൊറ്റ പീസാണ്, സിംഗിൾ പീസാണ്. ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഒരു സിംഗിൾ പീസാണ് ഈ 2 റെയിൽ. മറ്റേ ചെറിയ പീസുകളാണ്. അതിൽ ചിലപ്പം ക്രാക്ക് വന്നാലും നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെൽഡ് ചെയ്താൽ ശരിയാകും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഒരൊറ്റ പീസിൽ എങ്ങനെ പൊട്ടൽ വന്നു എന്ന് ഞങ്ങൾ പരിശോധിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.